എനിക്ക് അടുത്തത് സാർ അതിൽ എഴുതിയിരുന്ന വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കൗതുകരം എന്നല്ല, അതൊരു പക്ഷേ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അതായത് രാജാവിനെ അല്ലെങ്കിൽ ഈ രാജകുടുംബത്തെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് സാർ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കിയതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ പിൻകാലത്ത് ഇപ്പോൾ ഉള്ള മഹാറാണിയെയും ഒന്ന് പ്രേരിപ്പിച്ചിരുന്നതായിട്ടൊക്കെ അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ബെഞ്ചമിൻ ബാലരാമവർമ്മ എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്ടിനെ പറ്റിയിട്ടാണ്. അതൊന്ന് വിശദീകരിക്കാം. കാരണം അത് വളരെ അതൊരു സീക്രട്ട് ഫയലാണ്. അതുകൊണ്ട് തന്നെ ആ ഫയൽ നമുക്ക് ലഭ്യമല്ല. പക്ഷെ ആ ഫയൽ പറയുന്ന കാര്യങ്ങളുടെ ഇംപ്ലിമെന്റേഷൻസ് ഇവിടെ നടന്നു. അപ്പൊ ആ ഇംപ്ലിമെന്റേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഫയല്, ഇങ്ങനെ ഒരു ഫയൽ ഉണ്ടായിരുന്നു എന്നതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. എനിക്ക് ലണ്ടനിലുള്ള സാൽവേഷൻ ആർമിയുടെ ഓഫീസിലെ ഇത്തരം ഫയലുകൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള തെറ്റിദ്ധാരണയൊന്നുമില്ല. കാരണം ചില ദൗത്യങ്ങൾ ഒരു കാലഘട്ടത്തില് നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതാണ്. അത് നടപ്പിലായില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ഡിസ്ട്രോയ് ചെയ്യും, നശിപ്പിക്കും. അങ്ങനെ ഈ ഫയൽ നശിപ്പിക്കപ്പെട്ടിരിക്കാനാണ് സാധ്യത. പക്ഷെ ചില സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. കവടിയാർ കൊട്ടാരം, അത് കവടിയാർ ജംഗ്ഷനിലാണ്. ആ കവടിയാർ ജംഗ്ഷന്റെ തൊട്ടടുത്താണ് ഏതാണ്ട് കുറവങ്കോണം വരെയുള്ള സ്ഥലങ്ങൾ സാൽവേഷൻ ആർമിയുടെ ആണ്. സാൽവേഷൻ ആർമിയുടെ കേരളത്തിന്റെ ആസ്ഥാനമാണ്. ഒരു സാമൂഹ്യ സംഘടനയാണ്. അവരെ പറ്റി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് എന്നൊക്കെ ഉള്ളത് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞാൻ അവരുടെ സ്കൂളിൽ പഠിച്ച ആളാണ്. സാൽവേഷൻ ആർമിക്ക് ഭേദപ്പെട്ട ഒരു സ്കൂള് ഉണ്ട് തിരുവനന്തപുരത്ത്. ആ സ്കൂളിലെ അധ്യാപകരെ പറ്റി എനിക്ക്, സാൽവേഷൻ ആർമിക്കാരായിട്ടുള്ള അധ്യാപകർ സ്നേഹസമ്പന്നരായ അധ്യാപകരാണ്. അവർ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചിരുന്ന അധ്യാപകരാണ്. എനിക്കങ്ങനെ സാൽവേഷൻ ആർമി എന്ന് പറയുന്ന സംഘടനയോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിദ്വേഷമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനൊരു ചരിത്ര സത്യം എഴുതാൻ നേരത്ത് മുഖം നോക്കിയില്ല എന്ന് മാത്രം. തിരുവിതാംകൂറിൽ സാൽവേഷൻ ആർമി വരുന്നത് തന്നെ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റിക്ക് പോലും കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ചെയ്യാൻ മടിയായിരുന്ന ഒരു കാലത്താണ് സാൽവേഷൻ ആർമിയുടെ സുവിശേഷകർ കുഷ്ഠരോഗ ചികിത്സയ്ക്കായിട്ട് എത്തുന്നത്. അവർ നാഗർകോവിലിൽ വന്ന് ഒരു കുഷ്ഠരോഗ ആശുപത്രി തുടങ്ങുകയാണ്. കുഷ്ഠരോഗികളുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയുള്ള ഒരു കോളനി അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനം നടത്തിയ, പ്രശംസനീയമായ പ്രവർത്തനം നടത്തിയ ഒരു സഭയാണ്. പക്ഷെ അതേ സമയവും നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ ക്രിസ്തു മതത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, ഒരാൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ആ ആള് ക്രിസ്തു മതം സ്വീകരിച്ചിരിക്കണം. ക്രിസ്തു മതം സ്വീകരിക്കാത്ത ഒരാള് പാപിയായിട്ട് നരകത്തിൽ പോകുക. അപ്പൊ പാപിയായിട്ട് നരകത്തിൽ പോകാതെ ഒരാത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതപരിവർത്തനം ചെയ്യുന്നത് എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് അവർ സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്. ഞാൻ അവരെ അതുകൊണ്ട് കുറ്റപ്പെടുത്തുന്നേയില്ല. ഈ പുസ്തകത്തിൽ സാൽവേഷൻ ആർമിയെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് എനിക്ക് പല സോഴ്സിൽ നിന്ന് അറിയാൻ സാധിച്ചു. വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ ഞാൻ ഒരു സോഴ്സ് മാത്രമേ വെളിപ്പെടുത്തിയുള്ളൂ. അത് വേദബന്ധുവാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആര്യ സമാജത്തിലെ ആക്ടിവിസ്റ്റ് ആയിരുന്നു. സംസ്കൃത കോളേജിലെ അധ്യാപകനായിരുന്നു. ജോലി രാജിവെച്ച് മുഴുവൻ സമയവും ആക്ടിവിസ്റ്റായിട്ട് പ്രവർത്തിച്ച ആളാണ് ഈ പറയുന്ന വേദബന്ധു. നമ്മുടെ പി കേശവദേവിനെയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ആളാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. നായർ, ക്രൈസ്റ്റ്, ഈഴവ എന്നൊക്കെ പറയുന്ന വേർതിരിവുകളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച, ബ്രാഹ്മണ ആ വേർതിരിവുകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ് ഈ പറയുന്ന വേദബന്ധു. കൽപ്പാത്തി പ്രക്ഷോഭത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് വേദബന്ധു. വേദബന്ധുവിനെ ഈ നവോത്ഥാന മൂല്യങ്ങളെ പറ്റി പറയുന്നവര് വേണ്ടതുപോലെ ആദരിച്ച് ഞാൻ കണ്ടിട്ടില്ല.
അപ്പൊ ആ വേദബന്ധുവിനുമായിട്ട് ഞാൻ നേരിട്ട് നടത്തിയ ആ ഇന്റർവ്യൂ ഞാൻ രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സിഗ്നേച്ചറോടുകൂടി ഞാൻ അത് സൂക്ഷിക്കുന്നു. അപ്പൊ അതാണ് എനിക്ക് കിട്ടിയ ഒരു രേഖ. പക്ഷെ ഒരിക്കലും ഒരു രേഖ മാത്രം വെച്ചുകൊണ്ട് നമ്മളൊരു നിഗമനത്തിൽ എത്തരുത്. നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് CP രാമസ്വാമി അയ്യരുടെ ഒരു ജീവചരിത്രം വായിക്കുന്നത്. ആ ജീവചരിത്രം എഴുതിയ സരോജ സുന്ദർരാജ് അവർ മറ്റൊരു കാര്യമാണ് പറയുന്നത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി എങ്ങനെയാണ് രാജാവിനെ ലണ്ടൻ മിഷൻ സൊസൈറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്ന കാര്യം ചെറിയ ചെറിയ സൂചനകളിലൂടെ അവർ വിശദമാക്കി. അത് വളരെ കൗതുകം തോന്നി. ഐമനം എന്ന് പറയുന്ന കോട്ടയത്തെ സ്ഥലം, ആ സ്ഥലത്തെ ഒരു മാടമ്പിയായിട്ടുള്ള കൈമൾ, ആ കൈമൾക്ക് അതിസുന്ദരികളായ 2 മക്കൾ. ആ 2 മക്കളില് ആരെയെങ്കിലും ഒരാളിനെ വിവാഹം കഴിക്കണം. ആര്? പിന്നെ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആ വിവാഹം കഴിക്കാനായിട്ട് ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിക്കാനായിട്ട് കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പിനെ എഴുതുകയാണ്. കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പ് മറുപടി എന്തെഴുതിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആർച്ച് ബിഷപ്പ് അതിൽ വലിയ ആവേശമൊന്നും കാണിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാള് നിരന്തരമായിട്ട് കത്തെഴുതി. അത് കഴിഞ്ഞിട്ട് ഇയാളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അന്ന് തിരുവനന്തപുരത്തെ YWCA പ്രവർത്തക ആയിട്ടുള്ള ഒരു മദാമ്മ കൂടെയുണ്ട്. അവരുടെ ആവശ്യവും മറ്റൊന്നുമല്ല. ഒരു ക്രിസ്ത്യൻ ലേഡിയെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല രാജാവ്. അതുകൊണ്ട് എന്ത് ചെയ്തു? രാജാവ് ഒരു മാടമ്പി കുടുംബത്തിലെ ഒരു 2 സുന്ദരിമാരിൽ ആരെങ്കിലും ഒരാളിനെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അന്നത്തെ YWCA സെക്രട്ടറി, തിരുവനന്തപുരത്തെ YWCA സെക്രട്ടറി CP രാമസ്വാമി അയ്യർക്ക് എഴുതുകയാണ്. ആ CP രാമസ്വാമി അയ്യർ അവരെ കൈകാര്യം ചെയ്തു. അതോടുകൂടി ആ പദ്ധതി പൊളിഞ്ഞു. പല പദ്ധതികളും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഇന്ന് രേഖകൾ ലഭ്യമാണ്. താരതമ്യേന വേണ്ടതുപോലെ അറിയാത്തൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്ന സാൽവേഷൻ ആർമിയുടെ ബെഞ്ചമിൻ രാമവർമ്മ പദ്ധതി. അതുകൊണ്ട് അതിന് മാത്രം ഞാൻ മറ്റാരും പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. എങ്കിലും വേറെയും ഉണ്ട്. അത്ര നിഷ്കളങ്കമായിരുന്നില്ല. അതെ, അവരുടെ ഉദ്ദേശം ഇതാണ്. ഒരു ഏറ്റവും കൂടുതൽ ക്രൈസ്തവ ജനസംഖ്യയുള്ള ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ് ട്രാവൻകൂർ. അപ്പൊ അങ്ങനെയുള്ളൊരു സ്റ്റേറ്റിലെ ഭരണാധികാരി ക്രിസ്തുമതം സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ സുവിശേഷ പ്രവർത്തനം അനായാസമാകും. പിന്നെ അവർക്ക് അനായാസമായിട്ട് ഈ പിന്നെ അവിടുത്തെ ജനസംഖ്യയെ, ഡെമോഗ്രഫിയെ മാറ്റാൻ സാധിക്കും. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതിന് പിന്നെ ഈ ബ്രിട്ടീഷ് ക്രൗൺ തന്നെ അവിടെ ഇരട്ടത്താപ്പ് കളിക്കും. അവരെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഈ പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ കാര്യത്തില് അവര് അവിടെ മതപരിവർത്തനത്തിന് ഇടപെടില്ല. നേരെ മറിച്ച് ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് റൂൾ ഉള്ള സ്ഥലത്ത് അവർ മതപരിവർത്തനം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. എങ്കിലും മദ്രാസ് പ്രസിഡൻസിയിൽ വളരെ അനായാസമായിട്ട് മതപരിവർത്തനം നടന്നിരുന്നു. പ്രത്യേകിച്ച് തിരുനെൽവേലി, കന്യാകുമാരി എന്ന ട്രാവൻകൂറിന്റെ പാർട്ടാണ് തിരുനെൽവേലി ജില്ലയിൽ. അപ്പൊ അവരും ഡബിൾ ഗെയിം ഉണ്ടായിരുന്നു. ഒരു മോസ്റ്റ് ലോയൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കിട്ടും എന്നുള്ളത് അവരും ഇഷ്ടപ്പെട്ടിരുന്നു. അത് തന്നെയാണ് പോർച്ചുഗീസുകാരുടെ കാര്യത്തിൽ സംഭവിച്ചത്. അക്കാര്യത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി താരതമ്യേന ഒരു വലിയ നിഷ്പക്ഷത നയമാണ് തുടർന്നത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. എങ്കിലും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പള്ളികൾക്ക് ഉദാരമായി സംഭാവന ചെയ്തിരുന്നു. ക്രൈസ്തവരെ അവര് ഇടനിലക്കാരായി, കച്ചവട ഇടപാടുകളിലെ ഇടനിലക്കാരായി തിരഞ്ഞെടുത്തിരുന്നത് ക്രൈസ്തവ വിശ്വാസികളെ ആയിരുന്നു. തീർച്ചയായിട്ടും സാർ, അതുപോലെ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ബുക്കിൽ ഞാൻ വായിച്ചത്, കുറച്ച് മതിലകം രേഖകൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് നശിപ്പിക്കപ്പെട്ടതായിട്ട് സാർ എഴുതിയിട്ടുണ്ട് ബുക്കിൽ. ഈ നശിപ്പിക്കപ്പെട്ട രേഖകളിൽ എന്തായിരുന്നു അതിന്റെ കണ്ടന്റ് എന്നും അല്ലെങ്കിൽ അത് നശിപ്പിക്കാനുള്ള കാരണം എന്താണെന്നും സാറിന് മനസ്സിലായിട്ടുണ്ടോ? അത് ഊഹിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. ഞാൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ രജിസ്റ്റർ നോക്കിയപ്പോഴാണ് 2 സന്ദർഭങ്ങളിലായിട്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ പറയുന്നത് ഈ വട്ടെഴുത്ത് എഴുതാൻ അറിയാവുന്ന ആളിനെ മതിലകം രേഖകൾ പരിശോധിക്കാനായിട്ട് അയക്കണം. അപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്, അതായത് ട്രാവൻകൂർ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്,
വട്ടെഴുത്തറിയാൻ കഴിവുള്ള ആളുകളെ മതിലകൻ രേഖകൾ പരിശോധിക്കാനായിട്ട് അയക്കുന്നു. പിന്നെ ഞാൻ ആ രജിസ്റ്ററിൽ കണ്ട ഒരു കാര്യം, ഈ വട്ടെഴുത്തെ രേഖകളിൽ ചിലത് രാജ്യ താല്പര്യത്തിന് എതിരായതിനാൽ അത് പരിശോധിച്ച് നശിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ദിവാന്റെ എഴുത്താണ് കാണുന്നത്. CP രാമസ്വാമിയുടെ കാലത്ത് ദിവാന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴും രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ട് കുറെ രേഖകൾ നശിപ്പിച്ചു. അത് തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ അമ്മ മഹാറാണി ഉണ്ടെന്ന് വേണം ഊഹിക്കേണ്ടത്. അങ്ങനെയാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർഷങ്ങളായിട്ട് കേട്ടുവരുന്ന ഒരു ഓറൽ ട്രഡിഷൻ. ഇത് മാത്രമല്ല, ആർ വാസുദേവ പൊതുവാൾ എന്ന ട്രാവൻകൂർ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സൂപ്രണ്ടന്റ് അമ്മ മഹാറാണിയുടെ വിശ്വസ്തനായ ഒരു അനുയായിയായിരുന്നു. അതിന്റെ കണ്ടന്റിനെ പറ്റി നമുക്ക് അറിയില്ല. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, മതിലകൻ രേഖകൾ പരിശോധിക്കാനായിട്ട് പട്ടെഴുത്ത് വിദഗ്ധന്മാരെ അയക്കണമെന്ന് പറയുന്ന രേഖ. മറ്റൊന്ന്, ഈ ചില അപകടകരമായ രേഖകൾ പരിശോധിച്ച ശേഷം രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് നശിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം. അപ്പൊ നശിപ്പിച്ചത് ആരാണ്? ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ സൂപ്രണ്ടന്റ് ആണ്. പക്ഷെ നശിപ്പിക്കണമെന്ന് പറയുന്നത് ആരാണ്? ദിവാന്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്, പ്രൈവറ്റ് സെക്രട്ടറിയാണ് പറയുന്നത്. അക്കാലത്താണ് നമുക്ക് കൂട്ടി വായിക്കാനായിട്ട് മറ്റൊരു സംഭവം കൂടിയുണ്ട്. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ TK വേലുപ്പിള്ള എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നത് അക്കാലത്താണ്. അപ്പൊ ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിന്റെ കാര്യത്തില് അതിലകത്ത് ഉമയമ്മ റാണി വന്ധ്യയാണെന്ന് പറയുന്നു. അത് രാജകുടുംബത്തെ പ്രകോപിപ്പിച്ചു. രാജകുടുംബത്തിന് വാസ്തവത്തിൽ ഉമയമ്മ റാണിയുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അത് വേണ്ട, കളിപ്പാൻകുളം സംഭവം ശരിയല്ല എന്ന് പറഞ്ഞു. അതും രാജകുടുംബത്തിന് വിരോധമായി. ഇത് രണ്ടും റിമൂവ് ചെയ്യണമെന്ന് TK വേലുപ്പിള്ളയോട് പറഞ്ഞു. കാരണം അതിനു മുമ്പുള്ള V നാഗമയ്യയുടെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലില് ഇത് രണ്ടും ഉണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് ഒരുപാട് രാജകോപത്തിന് ഈ TK വേലുപ്പിള്ള പിന്നീട് വിധേയനായി. പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് തുക ട്രഷറിയിലേക്ക് മടക്കി അയക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ വീട് വിൽക്കേണ്ടി വന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന്റെ പിൻതലമുറ പറയാറുണ്ട്. ഞാൻ അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ നമ്മുടെ ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹം എടുത്തിരുന്ന തീരുമാനങ്ങളിൽ എത്രത്തോളം അദ്ദേഹത്തിന് സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചിരുന്നു, അതല്ലെങ്കിൽ അദ്ദേഹം വളരെ സ്വതന്ത്രമായി രാജ്യം ഭരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നാണ് സൂചന സാറിന്റെ ബുക്കിൽ നിന്ന് കിട്ടുന്നത്. അതിൽ ഞാൻ അദ്ദേഹം പ്രജാക്ഷേമ തൽപരനായിരുന്നു. അദ്ദേഹം രാജ്യ പുരോഗതിയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ ഒരു ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി തുടങ്ങി. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിവർത്തനം ഉണ്ടാക്കി. എന്ന് മാത്രമല്ല, വരും നാളുകളിൽ നമുക്ക് കൃഷി മാത്രം പോരാ, നമുക്ക് വ്യവസായങ്ങൾ വേണം എന്ന് മുൻകൂട്ടി കണ്ടു. അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്ന ആ നിർണായകമായ പ്രഖ്യാപനത്തിന് നേതൃത്വം കൊടുത്തു. ഇതൊക്കെ അദ്ദേഹത്തിനെ നമുക്ക് പ്രശംസിക്കാൻ വകതരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലില് ഇതെല്ലാം നടത്തിയെടുത്തതും അദ്ദേഹത്തിന് കൃത്യമായ ഉപദേശങ്ങൾ നൽകിയതും CP രാമസ്വാമി അയ്യരാണ്. അപ്പൊ CP രാമസ്വാമി അയ്യരും ഈ പറയുന്ന ചിത്രതിരുനാൾ ബാലരാമവർമ്മയും തമ്മിൽ ഉള്ള ഒരു കെമിസ്ട്രി തിരുവിതാംകൂറിന് പ്രയോജനം കിട്ടി. പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സേതു പാർവതിബായിയുടെ കോൺട്രിബ്യൂഷൻസും നിസ്സാരമല്ല. പക്ഷെ അതേസമയം നമ്മൾ ഒരു കാര്യം ഓർക്കണം. 1938 മുതൽ 48 വരെയുള്ള കാലത്ത് സ്വാതന്ത്ര്യദാഹികളായിട്ടുള്ള ആളുകൾ അനുഭവിച്ച നരകയാതനകൾ, അവരെ സിംസൺ പോലീസ് എന്ന് പറയുന്ന ഒരു സമാന്തര പോലീസ് അടിച്ചൊതുക്കി.
ഈ പിൽക്കാലത്ത് ഇപ്പൊ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അതിനേക്കാളും വലിയ മർദ്ദനങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അക്കാലത്ത് ഞാൻ പറയുന്ന 1938-നും 1948-നും ഇടയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള മർദ്ദന മുറകളാണ് ഉണ്ടായത്. ആ മർദ്ദന മുറകൾ, ഇപ്പൊ ഉദാഹരണത്തിന് സിംസൺ പടയിലെ ആ സിംസൺ അവസാനം രാജാവ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. 1948 ആകുമ്പോഴേക്കും സിംസൺ രാജാവിനോട് പറഞ്ഞു, ഞാന് ഇതുവരെ നടന്ന രഹസ്യങ്ങൾ, ഒരുപാട് വധങ്ങൾ, കൊലപാതകങ്ങൾ രേഖയിൽ പോലും ഇല്ല, പത്രങ്ങളിൽ പോലും വാർത്തയില്ല, കുറച്ച് കൊലപാതകങ്ങളൊക്കെ വന്നിട്ടുള്ളൂ, ഇതെല്ലാം ഞാൻ വെളിപ്പെടുത്തുമെന്ന് സിംസൺ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സിംസണ് രാജാവിന്റെ പ്രൈവറ്റ് എസ്റ്റേറ്റ് കൊടുക്കുകയാണ്. ഞാൻ ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്, ബ്ലാക്ക് റോക്ക് എസ്റ്റേറ്റ്. ആ ബ്ലാക്ക് റോക്ക് എസ്റ്റേറ്റ് സിംസണ് കൊടുത്തത് സിംസനെ പേടിച്ചിട്ടാണ്, സിംസൺ വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് റോക്ക് എസ്റ്റേറ്റിന്റെ വിസ്തീർണം എത്രയാണെന്നറിയാമോ? 4000 ഏക്കർ. അപ്പൊ ഈ സിംസണെ ബ്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് 4000 ഏക്കർ വിസ്തൃതിയുള്ള ഒരു എസ്റ്റേറ്റ് കൊടുക്കണമെങ്കിൽ അയാൾക്ക് വെളിപ്പെടുത്തുവാൻ എത്രയോ അധികം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ പിന്നെ 2000 ഏക്കർ തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ കക്ഷിക്കാരന് അയാൾക്ക് കമ്മീഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് സിംസണിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അത് പ്രൈവറ്റ് ഫോറസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഫോറസ്റ്റ് ആയിട്ട് വന്നു. അവസാനം സിംസന്റെ കയ്യിൽ 2000-ഓളം ഏക്കർ ഭൂമിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഇതൊന്നും എല്ലാവർക്കും അറിയാം, പക്ഷേ ആരും പറയാത്ത കാര്യങ്ങൾ. അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ചിത്തിര തിരുനാളിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രജകളോടുള്ള അതിരുകളില്ലാത്ത സ്നേഹത്തെ പറ്റി എനിക്ക് എത്ര പറഞ്ഞാലും അധികമാകും. നമ്മൾ അതിൽ ഒരു കാര്യം കൂടി, അതായത് ആർതർ സിംസൺ ആരായിരുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ കേട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വരില്ല. ചുരുങ്ങിയ വാക്കുകൾ അദ്ദേഹം ആരായിരുന്നു എന്നുകൂടി ഒന്ന് പറയാം. ഞാൻ അദ്ദേഹത്തെ എനിക്ക് ആരാണെന്ന് അറിയാതെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ആംഗ്ലോ ഇന്ത്യനാണ്. അതായത് കൊല്ലം പുനലൂർ റോഡ് നിർമ്മിക്കാനായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ടും വന്ന എഞ്ചിനീയർക്ക് നാട്ടുകാരിയായ ഭാര്യയിൽ ഉണ്ടായ മകൻ. ഇയാള് കണ്ടു കഴിഞ്ഞാൽ തനി സായിപ്പാണ്, അല്ലാതെ അമ്മയുടെ ഛായയൊന്നുമില്ല. ഇയാള് അന്ന് രാജഭക്തനാണ്. എന്ന് മാത്രമല്ല, ലോകം അവസാനിക്കുന്നത് വരെ ബ്രിട്ടീഷ് രാജ് ഉണ്ടാവണം, ലോകം അവസാനിക്കുന്നത് വരെ ഈ രാജഭരണം തിരുവിതാംകൂറിൽ ഉണ്ടാവണം, അതിന് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാം എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ ഇദ്ദേഹം CP അദ്ദേഹത്തോട് നിർദ്ദേശിച്ചതാണോ അതോ ഈ സിംസൺ CPയോട് പറഞ്ഞതാണോ എന്നറിയില്ല. മഫ്റ്റി ഡ്രസ്സില് പോലീസുകാര് ഉത്തരവാദ പ്രക്ഷോഭം നടക്കുന്ന യോഗങ്ങളില് മുമ്പേ അവിടെ എത്തും. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ലാത്തി എടുത്ത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കായിക ബലം കുറവായിട്ടുള്ളവരെ അടിക്കും. കായിക ബലം കൂടിയവരെ വിട്ടേക്കും, കാരണം തിരിച്ചടി കിട്ടും. അപ്പൊ തിരിച്ചടിക്കില്ല എന്നുള്ള ഉറപ്പുള്ളവരെ മൃഗീയമായി മർദ്ദിക്കും. ചിലപ്പോൾ കൊന്നു എന്ന് വിരിക്കും, പലരെയും കൊന്നു. ഒരു കേസെങ്കിലും ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നത് NP കുരുക്കൾ, അദ്ദേഹത്തെ പറ്റി ഒരു വാക്ക് കൂടി പറയാം. അത് യൂത്ത് ലീഗിന്റെ സ്ഥാപകന്മാരിൽ ഒരാളാണ്, കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ സെക്രട്ടറിയാണ്, തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച ആളാണ്. ആ NP കുരുക്കളെ കൊന്നത് സിംസണാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ സിംസൺ പിന്നീട് 1980-കളിലാണ് മരിക്കുന്നത്. പക്ഷെ തിരുവിതാംകൂറിൽ കഴിയുന്നതും തിരുവനന്തപുരത്ത് വരില്ല, തിരുവിതാംകൂറിലെ ഒരു കാര്യങ്ങളിലും ഇടപെടില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം അദ്ദേഹത്തിന്റെ ബ്ലാക്ക് റോക്ക് എസ്റ്റേറ്റിനകത്തായിരുന്നു. നാഗർകോവിലിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്.